പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ഫാദർ മന്ത്ര. എല്ലാവർക്കും STR മെഡിറ്റേഷനിലേക്ക് സ്വാഗതം. യേശു തൻ്റെ 12 പേരെ വിളിച്ചപ്പോൾ ആ വിളിക്ക് 2 ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. മാർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നു. 1, അവനോടൊപ്പം ഇരിക്കേണ്ടതിനും 2, അവരെ പ്രസംഗിക്കാൻ അയക്കേണ്ടതിനും. ഈ 2 ഘടകങ്ങളുടെ ക്രമം വളരെ പ്രധാനമാണ്. ആദ്യം അവനോടൊപ്പം ഇരിക്കുക, പിന്നീട് അയക്കപ്പെടുക. ഇതൊരു സാധാരണ ക്രമീകരണം മാത്രമല്ല, ശിഷ്യത്വത്തിൻ്റെ ആന്തരിക ഘടനയാണിത്. അവനോടൊപ്പം ഇരിക്കുക എന്നത് ഉറവിടമാണ്. അയക്കപ്പെടുക എന്നത് അതിൻ്റെ പ്രകടനമാണ്. ഇരിക്കൽ ആഴപ്പെടുമ്പോൾ അയക്കപ്പെടൽ ശുദ്ധമാകുന്നു. ഉറവിടം വ്യക്തമായിരിക്കുമ്പോൾ പ്രവർത്തനവും വ്യക്തത നേടുന്നു. എന്നാൽ ഇന്നത്തെ ക്രൈസ്തവ ആത്മീയ ജീവിതത്തിൽ കൂടുതൽ പ്രാധാന്യം ലഭിക്കുന്നത് 2ാമത്തെ ഘടകത്തിനാണ്, അയക്കപ്പെടൽ. പ്രഘോഷണം, രോഗശാന്തി, ശുശ്രൂഷ പ്രവർത്തനങ്ങൾ, ആത്മീയ ഇടപെടലുകൾ ഇവയാണ് ഇന്ന് കൂടുതൽ വിലമതിക്കപ്പെടുന്നത്. കാരണം ഇവ ദൃശ്യമാണ്. ആളുകൾക്ക് ഉടൻ കാണാനും തിരിച്ചറിയാനും കഴിയുന്ന കാര്യങ്ങളാണ് ഇവ. മനുഷ്യന്റെ മനസ്സിനും ദൃശ്യഫലങ്ങളോടാണ് കൂടുതൽ ആകർഷണം. എന്തെങ്കിലും സംഭവിക്കുന്നു, ഒരാൾ പ്രവർത്തിക്കുന്നു, ഫലം കാണുന്നു എന്ന അനുഭവം മനുഷ്യന് മാനസിക സംതൃപ്തി നൽകുന്നു. അതുകൊണ്ട് പ്രഘോഷണവും രോഗശാന്തിയും പോലുള്ള മേഖലകൾ ആത്മീയ ജീവിതത്തിൻ്റെ കേന്ദ്രമായി മാറാൻ തുടങ്ങുന്നു. എന്നാൽ ഇവിടെ ഒരു സൂക്ഷ്മമായ അപകട സാധ്യതയും നിലനിൽക്കുന്നു. പുറത്തുള്ള പ്രകടനങ്ങൾക്ക് അമിത പ്രാധാന്യം ലഭിക്കുമ്പോൾ ആന്തരിക രൂപീകരണം ക്രമേണ പിന്നിലാകും. അവനോടൊപ്പം ഇരിക്കുക എന്ന നിശബ്ദമായ ഉറവിട ജീവിതം ദുർബലമാകാം. അപ്പോൾ ആത്മീയത പോലും ചിലപ്പോൾ പ്രവർത്തന കേന്ദ്രിതമായോ പ്രകടന കേന്ദ്രിതമായോ മാറുന്നു. പുറമെ ശാന്തമായ പ്രഘോഷണവും ശുശ്രൂഷയും ഉണ്ടായിരിക്കാം, എന്നാൽ ഉള്ളിൽ ശാന്തത ഇല്ലാതിരിക്കാം. പുറമെ രോഗശാന്തിയെക്കുറിച്ചുള്ള സാക്ഷ്യങ്ങൾ ഉണ്ടാകാം, എന്നാൽ ഉള്ളിൽ അസ്വസ്ഥത, ക്ഷീണം, മത്സരബോധം എന്നിവ വളരാം. അതുകൊണ്ട് പ്രഘോഷണവും രോഗശാന്തിയും തെറ്റാണെന്നല്ല പ്രശ്നം. എന്നാൽ അവയുടെ ഉറവിടം ആന്തരിക സാന്നിധ്യത്തിൽ നിന്നായിരിക്കണം. അല്ലെങ്കിൽ പ്രവർത്തനം തുടർന്നാലും അതിൻ്റെ ആന്തരിക ഏകത്വം ക്രമേണ നഷ്ടപ്പെടാം. അതുകൊണ്ടാണ് യേശു ആദ്യം അവനോടൊപ്പം ഇരിക്കുക എന്ന് പറഞ്ഞത്, പിന്നീടാണ് അയക്കപ്പെടുക എന്ന് പറഞ്ഞത്. കാരണം സാന്നിധ്യത്തിൽ നിന്ന് ഉത്ഭവിക്കാത്ത പ്രവർത്തനം ഒടുവിൽ മനുഷ്യനെ ആന്തരികമായി ക്ഷീണിപ്പിക്കാം. ഇതുതന്നെയാണ് മത്തായിയുടെ സുവിശേഷം അധ്യായം 7 21 മുതൽ 25 വരെ വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്നത്. ആ ദിവസത്തിൽ പലരും എന്നോട് പറയും, കർത്താവേ, കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചില്ലയോ? നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കിയില്ലയോ? നിന്റെ നാമത്തിൽ അനേകം ശക്തമായ പ്രവൃത്തികൾ ചെയ്തില്ലയോ? അപ്പോൾ ഞാൻ അവരോട് പ്രസ്താവിക്കും,
ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടു പോകുവിൻ. അതേസമയം അവനോടൊപ്പം ഇരിക്കുക എന്ന ആദ്യ ഘടകം നിശബ്ദവും ആന്തരികവുമായതിനാൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്നു. അവനോടൊപ്പം ഇരിക്കുക ചിലർക്ക് പള്ളിയിൽ പോകുന്നതായി മാറുന്നു. മറ്റു ചിലർക്ക് പ്രാർത്ഥന പുസ്തകങ്ങൾ വായിക്കുന്നതായും ചിലർക്ക് ധ്യാനമുറിയിൽ കുറച്ചു സമയം ചിലവഴിക്കുന്നതായും മറ്റു ചിലർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായും ഇവയെല്ലാം പ്രാധാന്യമുള്ളവ തന്നെയാണ്. എന്നാൽ അവനോടൊപ്പം ഇരിക്കുക എന്ന യേശുവിൻ്റെ വിളി ഇതിലുമധികം ആഴമുള്ള ഒന്നാണ്. ഇവിടെ ഒരു പ്രധാന ചോദ്യം ഉയരുന്നു. അവനോടൊപ്പം ഇരിക്കുക എന്ന ആദ്യ ഘടകത്തെക്കുറിച്ച് നാം മതിയായ ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ ബോധപരമായ സ്വഭാവം, മാനസിക ഗതികൾ, ആന്തരിക രൂപീകരണ ശേഷി ഇവയെക്കുറിച്ച് ഗൗരവമായ അന്വേഷണം നടത്തിയിട്ടുണ്ടോ? പല ആത്മീയ സംവിധാനങ്ങളും സന്യാസ പരിശീലനങ്ങളും മതസ്ഥാപനങ്ങളും പാസ്റ്ററൽ ഘടനകളും പ്രധാനമായും അയക്കപ്പെടൽ എന്ന ആശയത്തെ ചുറ്റിപ്പറ്റിയാണ് പ്രവർത്തിക്കുന്നത്. പുറമേ പ്രവർത്തനം, യോഗങ്ങൾ, ശുശ്രൂഷകൾ, സംഘടനകൾ എന്നിവ വർദ്ധിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഉള്ളിൽ ദിശയില്ലായ്മ, ക്ഷീണം, താരതമ്യം, അസംതൃപ്തി, മത്സരബോധം ഇവ വളരാൻ തുടങ്ങും. ചിലപ്പോൾ അയക്കപ്പെടൽ എന്ന ആത്മീയ ആശയം പോലും മത്സരബോധമായി മാറുന്നു. മറ്റുള്ളവരെ സഹയാത്രികരായി കാണുന്നതിനു പകരം എതിരാളികളായി കാണാൻ തുടങ്ങുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? കാരണം അവനോടൊപ്പം ഇരിക്കുക എന്ന ആദ്യ ഘട്ടവുമായി ബന്ധം ദുർബലമാകുന്നു. ഉറവിടമായ ബന്ധം ദുർബലമാകുമ്പോൾ പ്രകടനം അസംഘടിതമാകുന്നു. മനുഷ്യന്റെ പ്രവർത്തന രീതി അവന്റെ ആന്തരിക നിലയുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഉള്ളിൽ കൊഹീറൻസ് ഇല്ലെങ്കിൽ പുറത്തുള്ള പ്രവർത്തനങ്ങൾ തുടരുന്നുവെങ്കിലും അവയുടെ ഏകീകരണശേഷി കുറയുന്നു. മതജീവിതം പുറമെ സജീവമായി തോന്നിയാലും അതിൻ്റെ ഉള്ളിലുള്ള ഏകത്വം ദുർബലമാകാം. ഇവിടെയാണ് യേശുവിൻ്റെ ആദ്യ വിളി വീണ്ടും പ്രസക്തമാകുന്നത്. അവനോടൊപ്പം ഇരിക്കുക. ഇതൊരു മതചടങ്ങല്ല, വെറും സ്ഥലപരമായ അടുപ്പമല്ല. ഇത് മനുഷ്യന്റെ ഉള്ളിൽ സജീവമായിരിക്കുന്ന ദൈവിക സാന്നിധ്യത്തിലേക്കുള്ള ബോധപൂർവമായ ഉണർവാണ്. ഇവിടെ ക്രിസ്തു എന്നത് ചരിത്രപരമായ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഓർമ്മ മാത്രമല്ല, മനുഷ്യന്റെ ഉള്ളിൽ സാന്നിധ്യമുള്ള ദൈവിക യാഥാർത്ഥ്യത്തെക്കുറിച്ചുള്ള ഉണർവാണ്. ഈ അനുഭവം പുതിയതായി ഒന്നിനെ സൃഷ്ടിക്കുന്നതല്ല, മറിച്ച് ഇതിനകം സാന്നിധ്യമുള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്നതാണ്. ഈ തിരിച്ചറിവ് ആഴപ്പെടുമ്പോൾ മനുഷ്യൻ തൻ്റെ ഉള്ളിലെ സാന്നിധ്യവുമായി സമന്വയത്തിലാകുന്നു. അപ്പോൾ പ്രവർത്തനങ്ങൾ നിർബന്ധിത പ്രതികരണങ്ങളായി അല്ല, ആന്തരിക വ്യക്തതയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രകടനങ്ങളായി മാറുന്നു. അതുകൊണ്ട് അവനോടൊപ്പം ഇരിക്കുക എന്നും അയക്കപ്പെടുക എന്നും രണ്ട് വേർതിരിച്ച യാഥാർത്ഥ്യങ്ങളല്ല. ഒന്നിൽ നിന്നാണ് മറ്റൊന്ന് സ്വാഭാവികമായി ഉദ്ഭവിക്കുന്നത്. ഇരിക്കൽ ആഴപ്പെടുമ്പോൾ അയക്കപ്പെടൽ ശുദ്ധമാകുന്നു. ഈ ബോധാവസ്ഥ പ്രാർത്ഥന സമയങ്ങളിൽ മാത്രം പരിമിതപ്പെടേണ്ടതില്ല. നടക്കുമ്പോഴും സംസാരിക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും മറ്റുള്ളവരുമായി ഇടപഴകുമ്പോഴും ഉള്ളിലെ സാന്നിധ്യത്തെക്കുറിച്ചുള്ള സൂക്ഷ്മബോധം നിലനിൽക്കാം. അപ്പോൾ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം സംഭവിക്കുന്നു. ഞാൻ ചെയ്യുന്നു എന്ന നിലയിൽ നിന്ന്
ഞാൻ സാന്നിധ്യത്തോടെ ചെയ്യുന്നു എന്ന നിലയിലേക്കുള്ള മാറ്റം. ഇത് ചെറിയ മാറ്റമായി തോന്നാം, എന്നാൽ അതിൻ്റെ ഫലം വളരെ ആഴത്തിലുള്ളതാണ്. ഈ ബോധം സ്ഥിരത നേടുമ്പോൾ പ്രവർത്തനം മാറുന്നു, പ്രതികരണങ്ങൾ മാറുന്നു, ബന്ധങ്ങൾ മാറുന്നു, സമ്മർദ്ദം കുറയുന്നു, ഉള്ളിൽ ശാന്തത രൂപപ്പെടുന്നു. കാരണം ജീവിതം ഇനി വെറും ചെയ്യുന്നതിൽ നിന്ന് അല്ല, സാന്നിധ്യത്തിൽ നിന്നാണ് ഒഴുകുന്നത്. അതുകൊണ്ട് ശിഷ്യത്വം ഒരു പ്രവർത്തന പരിപാടി മാത്രമല്ല, ഒരു സാന്നിധ്യ ജീവിതമാണ്. ഇവിടെ ധ്യാനം ഒരു ടെക്നിക്കല്ല, സാന്നിധ്യത്തിന്റെ തിരിച്ചറിവിൽ സ്ഥിരത പ്രാപിക്കുന്ന ജീവിത രീതിയാണ്. ഇപ്പോൾ ഒരു പ്രധാന ചോദ്യം: എന്തുകൊണ്ടാണ് യേശു തന്റെ ശിഷ്യന്മാരെ അവനോടൊപ്പം ഇരിക്കാൻ വിളിക്കുന്നതിന് മുമ്പ് അവരെ മലമുകളിലേക്ക് കൊണ്ടുപോയത്? ഇത് യാദൃശ്ചികമല്ല. ബൈബിളിൽ മല എന്ന പ്രതീകം വളരെ ആഴമുള്ളതാണ്. മല എന്നത് ഇവിടെ ഒരു ഭൗമശാസ്ത്ര സ്ഥലം മാത്രമല്ല, അത് ബോധത്തിന്റെ ഉയരത്തെ സൂചിപ്പിക്കുന്നു. ദൈവം അതീതനാണ്. സാധാരണ ഇന്ദ്രിയ അനുഭവങ്ങളെയും ഉപരിതല ചിന്തകളെയും അതിക്രമിക്കുന്ന യാഥാർത്ഥ്യം. മനുഷ്യൻ താഴ്ന്ന ബോധാവസ്ഥയിൽ തുടരുമ്പോൾ മനസ്സ് ശബ്ദങ്ങളിൽ നിറഞ്ഞു നിൽക്കും. വികാരങ്ങൾ പ്രതികരണാത്മകമായിരിക്കും. ചിന്തകൾ ഭയവും സ്വാർത്ഥതയും നിയന്ത്രിക്കുന്നവയുമായിരിക്കും. ഇത്തരം അവസ്ഥയിൽ മനുഷ്യന് ദൈവത്തെ കേൾക്കാൻ പ്രയാസമാണ്. കാരണം ഉള്ളിലെ ശബ്ദം അത്യന്തം ശക്തമാണ്. അതുകൊണ്ട് ഇവിടെ മല എന്നത് ഭൗതിക ഉയരമല്ല, അത് ആന്തരിക ഉയരമാണ്. ക്രിസ്തുവിനോടൊപ്പം ഇരിക്കാനും ധ്യാനത്തിലേക്ക് പ്രവേശിക്കാനും ദൈവ സാന്നിധ്യം അനുഭവിക്കാനും മനുഷ്യന്റെ ഉള്ളിൽ ഒരു മിനിമം റിക്വയർഡ് ഹൈറ്റ് MRH, അടിസ്ഥാനപരമായ ആന്തരിക ഉയരം രൂപപ്പെടണം. ഇവിടെ MRH ഉയരം എന്നത് മതപരമായ പദവിയോ ബൗദ്ധിക മികവോ ബാഹ്യ ഭക്തി ചടങ്ങുകളോ അല്ല, മറിച്ച് ആത്മീയ ഗ്രഹണത്തിന് ആവശ്യമായ ഒരു അടിസ്ഥാനപരമായ ആന്തരിക പക്വതയാണ്. ഈ പക്വത ഇല്ലാതെ അവനോടൊപ്പം ഇരിക്കുക എന്നത് ആശയപരമായോ ചടങ്ങായോ മാത്രം മാറാൻ സാധ്യതയുണ്ട്. ഈ ആന്തരിക ഉയരത്തിൽ MRH ആദ്യ ഘടകം മിനിമം മൊറാലിറ്റി, അതായത് അടിസ്ഥാനപരമായ ധാർമ്മികതയാണ്. ഇവിടെ മൊറാലിറ്റി എന്നത് പരിപൂർണതയല്ല, മറിച്ച് ഉള്ളിൽ ഒരു അടിസ്ഥാനപരമായ സത്യസന്ധത രൂപപ്പെടണം. നിരന്തരം അസത്യത്തിലും വഞ്ചനയിലും സ്വാർത്ഥതയിലും ജീവിക്കുന്ന മനസ്സ് ആന്തരികമായി വിഭജിതമാകുന്നു. അത്തരം ഒരു മനസ്സിൽ നിശബ്ദതയും സ്ഥിരതയും രൂപപ്പെടാൻ പ്രയാസമാണ്. അതുകൊണ്ട് ധാർമ്മികത ആത്മീയ അനുഭവത്തിന്റെ പുറം അലങ്കാരമല്ല, അത് ആന്തരിക അടിത്തറയാണ്. രണ്ടാമതായി MRH മിനിമം ഡിസിപ്ലിൻ, അതായത് അച്ചടക്കം. ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒരു ക്രമം. മനുഷ്യന്റെ ശ്രദ്ധ വളരെ എളുപ്പത്തിൽ ചിതറിപ്പോകുന്നു. മനസ്സ് ഉടൻ പ്രതികരിക്കുന്നു, വികാരങ്ങളിൽ ഉടൻ പിടിച്ചടക്കുന്നു, ആഗ്രഹങ്ങൾ ഉടൻ വഴിതിരിച്ചു വിടുന്നു. ഈ അവസ്ഥയിൽ അവനോടൊപ്പം ഇരിക്കുക വളരെ പ്രയാസകരമാവുന്നു. രണ്ടാമതായി MRH മിനിമം ഡിസിപ്ലിൻ, അതായത് അച്ചടക്കം. അച്ചടക്കം ചിന്തയിലും വാക്കിലും പ്രവൃത്തിയിലും ഒരു ക്രമം. മനുഷ്യന്റെ ശ്രദ്ധ വളരെ എളുപ്പത്തിൽ ചിതറിപ്പോകുന്നു. മനസ്സ് ഉടൻ പ്രതികരിക്കുന്നു, വികാരങ്ങൾ ഉടൻ പിടിച്ചടക്കുന്നു, ആഗ്രഹങ്ങൾ ഉടൻ വഴി തിരിച്ചുവിടുന്നു. ഈ അവസ്ഥയിൽ അവനോടൊപ്പം ഇരിക്കുക വളരെ പ്രയാസകരമാകുന്നു. അതുകൊണ്ട് ഡിസിപ്ലിൻ എന്നത് കടുപ്പമുള്ള നിയമങ്ങളുടെ സമാഹാരമല്ല, ബോധത്തെ ക്രമേണ സ്ഥിരതയിലേക്കും ഏകാഗ്രതയിലേക്കും നയിക്കുന്ന ആന്തരിക പരിശീലനമാണ്. അതുപോലെ മിനിമം കമ്മിറ്റ്മെന്റ്, അടിസ്ഥാനപരമായ പ്രതിബദ്ധത. അവനോടൊപ്പം ഇരിക്കുക എന്നത്
താൽക്കാലിക വികാര പ്രചോദനങ്ങളുടെ ഫലമല്ല. ഇത് തുടർച്ചയായ ഒരു ബന്ധമാണ്. മനുഷ്യൻ വീണ്ടും വീണ്ടും ഉള്ളിലേക്ക് മടങ്ങാനുള്ള സന്നദ്ധത പുലർത്തണം. ഇല്ലെങ്കിൽ ആത്മീയത ഇമോഷണൽ ഫ്ലക്ച്വേഷൻ ആയി മാറും. ഒരു ദിവസം ആവേശം, മറ്റൊരു ദിവസം ശൂന്യത. അതുപോലെ തന്നെ MRH മിനിമം സിൻസിയറിറ്റി, അടിസ്ഥാനപരമായ ആത്മാർത്ഥത അനിവാര്യമാണ്. സ്വന്തം ഭയങ്ങളെയും ദുർബലതകളെയും ആന്തരിക വിഭജനങ്ങളെയും സത്യസന്ധമായി കാണാനുള്ള ധൈര്യമാണ് സിൻസിയറിറ്റി. ഈ ആത്മാർത്ഥത ഇല്ലാതെ ആത്മീയത പലപ്പോഴും റോൾ പ്ലേ ആയി മാറുന്നു. പുറമേ ആത്മീയതയുടെ രൂപമുണ്ടാകും, എന്നാൽ ഉള്ളിൽ അസ്പഷ്ടത തുടരും. അതുപോലെ MRH മിനിമം സൈലൻസ്, അടിസ്ഥാനപരമായ ആന്തരിക നിശബ്ദത. ഇവിടെ സൈലൻസ് എന്നത് വെറും ശബ്ദമില്ലായ്മയല്ല, മനസ്സിന്റെ നിരന്തര പ്രതികരണങ്ങൾ ക്രമേണ ശാന്തമാക്കുന്ന അവസ്ഥയാണ്. മനസ്സ് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ സാന്നിധ്യത്തെക്കാൾ സ്വന്തം ചിന്തകളെയാണ് കേൾക്കുന്നത്. അതുകൊണ്ട് സൈലൻസ് ആത്മീയ ജീവിതത്തിന്റെ ആക്സസറി അല്ല, അത് പെർസെപ്ഷന്റെ അടിസ്ഥാന വ്യവസ്ഥയാണ്. അതിനു പുറമെ മിനിമം ഇമോഷണൽ മെച്യൂരിറ്റി, അടിസ്ഥാനപരമായ വൈകാരിക പക്വത. വൈകാരികമായി അപക്വമായ മനസ്സ് എളുപ്പത്തിൽ മുറിവേൽക്കുന്നു, ഭയപ്പെടുന്നു, പ്രതികരിക്കുന്നു, താരതമ്യം ചെയ്യുന്നു. ഈ അവസ്ഥയിൽ അവനോടൊപ്പം ഇരിക്കുക ഈഗോയുടെ എക്സ്റ്റൻഷനായി മാറാം. എന്നാൽ വൈകാരിക പക്വത വളരുമ്പോൾ മനുഷ്യൻ തൻ്റെ വികാരങ്ങളാൽ പൂർണ്ണമായി നിയന്ത്രിക്കപ്പെടാതെ അവയെ ബോധപൂർവം കൈകാര്യം ചെയ്യാൻ തുടങ്ങുന്നു. അപ്പോൾ ഉള്ളിൽ ഓപ്പൺനെസ് രൂപപ്പെടുന്നു, സ്ഥിരത രൂപപ്പെടുന്നു, സ്വീകരണശേഷി വളരുന്നു. ഈ എല്ലാ ഘടകങ്ങളും ചേർന്നാണ് മിനിമം റിക്വയർഡ് ഹൈറ്റ് MRH രൂപപ്പെടുന്നത്. ഇതൊരു മിസ്റ്റിക്കൽ അബ്സ്ട്രാക്ഷൻ അല്ല. ആത്മീയ ഗ്രഹണത്തിനും ധ്യാനത്തിനും മനുഷ്യൻ പ്രാപിക്കേണ്ട അടിസ്ഥാനപരമായ ആന്തരിക പക്വതയാണിത്. ഈ ആന്തരിക ഉയർച്ച ഇല്ലാതെ അവനോടൊപ്പം ഇരിക്കുക എന്നത് ആശയമായോ ആചാരമായോ മാത്രം ശേഷിക്കാം. എന്നാൽ MRH രൂപപ്പെടുമ്പോൾ അവനോടൊപ്പം ഇരിക്കുക ക്രമേണ ഇൻഫോർമേഷനിൽ നിന്ന് ട്രാൻസ്ഫോർമേഷനിലേക്കും, പ്രാക്ടീസിൽ നിന്ന് പ്രസൻസിലേക്കും, ബിലീഫിൽ നിന്ന് ലിവ്ഡ് എക്സ്പീരിയൻസിലേക്കും മാറാൻ തുടങ്ങുന്നു. ഈ ആന്തരിക തയ്യാറെടുപ്പില്ലാതെ ധ്യാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ചിന്തകൾ ശാന്തമാകുന്നില്ല, പ്രാർത്ഥന വാക്കുകളുടെ ആവർത്തനമായി മാറുന്നു, ദൈവം ഒരാശയമായി മാത്രം ശേഷിക്കുന്നു. അപ്പോൾ അവനോടൊപ്പം ഇരിക്കുക പോലും സ്ഥലപരമായ അടുപ്പമായോ ആശയപരമായ ബന്ധമായോ മാത്രം ചുരുങ്ങാം. എന്നാൽ ഈ ആന്തരിക ഉയർച്ച രൂപപ്പെടുമ്പോൾ അവനോടൊപ്പം ഇരിക്കുക എന്നത് മതപരമായ അഭ്യാസത്തിൽ നിന്ന് സാന്നിധ്യ ജീവിതത്തിലേക്കും ആശയത്തിൽ നിന്ന് അനുഭവത്തിലേക്കും മാറുന്നു. അതുകൊണ്ടാണ് യേശുവിൻ്റെ വിളിയുടെ ക്രമം അത്ര നിർണായകമാകുന്നത്. ആദ്യം മല, 2 അവനോടൊപ്പം ഇരിക്കുക, 3 അയക്കപ്പെടുക. യേശു ശിഷ്യന്മാർക്ക് വെറും ഉപദേശങ്ങൾ നൽകിയില്ല, അവരെ ആന്തരികമായി രൂപീകരിച്ചു. അതുകൊണ്ടാണ് അവരെ ജനക്കൂട്ടത്തിൽ നിന്ന് വേർതിരിച്ച് നിശബ്ദതയിലേക്ക്, മലമുകളിലേക്ക് നയിച്ചത്. ധ്യാനത്തിനും ദൈവബോധത്തിനും മനുഷ്യന്റെ ഉള്ളിൽ ഒരു അടിസ്ഥാനപരമായ അവസ്ഥ രൂപപ്പെടണം. ശരീരം താരതമ്യേന ശാന്തമാകണം, മനസ്സ് നിരന്തരം പ്രതികരണങ്ങളിൽ നിന്ന് ഒരു പരിധിവരെ വിമുക്തമാകണം. ശ്രദ്ധ ഇപ്പോഴുള്ള യാഥാർത്ഥ്യത്തിൽ നിന്ന് സ്ഥിരത നേടണം. ഇത് പരിപൂർണതയല്ല, ഒരു നിർണായക ആന്തരിക പരിധി കടക്കേണ്ടതുണ്ട്. ഈ പരിധിയെയാണ് നമ്മൾ മിനിമം റിക്വയർഡ് ഹൈറ്റ് MRH മല എന്ന് വിളിക്കുന്നത്. ഇത് മതപരമായ പദവിയോ ഭൗതിക മികവിനെയോ സൂചിപ്പിക്കുന്നില്ല, മറിച്ച് മനുഷ്യന്റെ ശ്രദ്ധ
ആന്തരിക സ്ഥിരത, സ്വീകരണശേഷി, ബോധത്തിൻ്റെ വ്യക്തത എന്നിവ ആത്മീയ ഗ്രഹണത്തിന് അനുയോജ്യമായ നിലയിലെത്തുന്ന അവസ്ഥയെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് അവനോടൊപ്പം ഇരിക്കുക എന്നത് ഒരു താൽക്കാലിക വികാരാനുഭവമല്ല. അത് ക്രമബദ്ധമായ ബോധാവസ്ഥയിൽ സ്ഥിരത പ്രാപിക്കുന്ന ഒരു സാന്നിധ്യ ജീവിതമാണ്. ഈ സാന്നിധ്യ ജീവിതത്തെ വഹിക്കാൻ മനുഷ്യൻ്റെ ഉള്ളിൽ രൂപപ്പെടേണ്ട അടിസ്ഥാനപരമായ ആന്തരിക ഉയരമാണ് MRH. നന്ദി.